ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. RCBയുടെ സ്വീകരണ പരിപാടിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 7 മരണം. വാർത്തയുടെ വിശദാംശങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. KC ഉണ്ണികൃഷ്ണൻ, RCBയുടെ സ്വീകരണ പരിപാടിക്കുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് 7 മരണം സംഭവിച്ചത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്ന ഈ ഒരു സ്വീകരണ പരിപാടിക്കിടെയാണ് ഇത്തരത്തിൽ ഒരു അപകടം, ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ 7 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. വിവരങ്ങൾ തീർച്ചയായും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ബംഗളൂരുവിൽ ഉണ്ടായിരിക്കുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമിന്റെ വിജയാഘോഷമാണ് ഇന്ന് നടക്കാനിരുന്നത്. വിധാൻ സൗദയിൽ നിന്ന് ചിന്നസ്വാമി സ്റ്റേഡിയം വരെ ഒരു തുറന്ന ബസ്സിൽ താരങ്ങൾ സഞ്ചരിച്ച് ഒരു വിജയപ്രകടനം അല്ലെങ്കിൽ വിജയാഘോഷം പോലെ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. ആ സ്വീകരണ പരിപാടിയിലാണ് ഈ രീതിയിൽ വലിയൊരു അപകടമുണ്ടായത്. തിക്കിലും തിരക്കിലും പെട്ടാണ് ആളുകൾ മരിച്ചിരിക്കുന്നത്. 7 പേർക്ക് മരണം സംഭവിച്ചു എന്നതാണ് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം. തിക്കിലും തിരക്കിലും 7 പേർ മരിച്ചിരിക്കുന്നു എന്നതാണ്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ ഒരു വലിയൊരു വിക്ടറി പരേഡ് അവിടെ നടത്താനായി പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ അത് നടന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നേരത്തെ കൂടുതൽ ആളുകൾ ഈ വിക്ടറി പരേഡ് നടത്തുന്നറിഞ്ഞ് അല്ലെങ്കിൽ ഈ ടീമിന്റെ വിജയാഘോഷം നടക്കുന്നറിഞ്ഞ് രാവിലെ മുതൽ തന്നെ ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ രീതിയിൽ കൂടുതൽ ആളുകൾ സംഘടിച്ച് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നതാണ് ഈ രീതിയിൽ വലിയൊരു അപകടത്തിലേക്ക് പോയത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും സ്വീകരണ പരിപാടിക്കിടെ അപകടം ഉണ്ടായി എന്നതാണ് ദാരുണമായ സംഭവം. 25 പേർക്കോളം പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്ന കാര്യം. സ്ത്രീകളും കുട്ടികളും അടക്കം ഇതിൽ ഉൾപ്പെടുന്നു എന്നതും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നു. ഒരു വിജയാഘോഷത്തിനിടെ അല്ലെങ്കിൽ ഒരു വലിയൊരു ആഹ്ലാദ പ്രകടനത്തിനിടെ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ തന്നെ ഈ രീതിയിൽ വളരെ സങ്കടകരമായ ഒരു വാർത്ത വരുന്നു എന്നത് തന്നെയാണ് പ്രധാനമായും പറയേണ്ടത്. 7 പേർക്ക് ജീവൻ നഷ്ടമായി എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം ഈ വിധാൻ സൗദയ്ക്കും അതോടൊപ്പം തന്നെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിനിടയിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. വലിയ മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണമെല്ലാം തന്നെ വരേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കൂടാതെ കൂടുതൽ ആളുകൾ എത്തിയിരുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ മുതൽ തന്നെ രാവിലെ മുതൽ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതാകാം കൂടുതൽ ആളുകൾ സംഘടിച്ചെത്തിയത് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ എത്തിയതാകാം ഈ രീതിയിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയൊരു ആഘാതമുണ്ടായി എന്നത് തന്നെയാണ് കാണാൻ കഴിയുന്ന ഒരു വിജയാഘോഷത്തിനിടെ ഒരു ദാരുണമായ സംഭവം. 7 പേർക്ക് ജീവൻ നഷ്ടമായെന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിന്റെ വിജയാഹ്ലാദം അല്ലെങ്കിൽ വിക്ടറി പരേഡ് നടക്കാനിരിക്കുകയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. വിധാൻ സൗദയിൽ നിന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കാണ് ഈ വിക്ടറി പരേഡ് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത്. വിമാനത്താവളത്തിൽ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ താരങ്ങളെ സ്വീകരിച്ചത്. തുടർന്ന് വിധാൻ സൗദയിൽ നിന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് ഒരു വിക്ടറി പരേഡ് എന്ന രീതിയിലാണ് ആലോചിച്ചിരുന്നത്. പക്ഷേ അവിടെ വലിയ രീതിയിലുള്ള അപകടമുണ്ടായി. ഈ സ്വീകരണ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾക്ക് ജീവൻ നഷ്ടമായി എന്നതാണ് ഇപ്പോൾ വരുന്ന ദാരുണമായ വാർത്തയെന്ന് പറയുന്നത്. എന്തായാലും വലിയ രീതിയിൽ ആളുകൾ അവിടെ സംഘടിച്ചെത്തുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലെല്ലാം തന്നെ ഈ മുന്നൊരുക്കങ്ങളടക്കം നടത്തിയിരുന്നു എന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു, ഈ ഇത്രയും ആളുകൾ അവിടെ എത്തുന്നതായി പ്രതീക്ഷിച്ചിരുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. 25ഓളം പേർക്കാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റിരിക്കുന്നത്. 7 പേരുടെ ജീവൻ നഷ്ടമായെന്നതാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ട്. കൂടുതൽ ആളുകൾ ആശുപത്രിയിലേക്ക് കൂടുതൽ ആളുകളെ മാറ്റിയിട്ടുണ്ട്. സമീപത്തെ വിവിധ ആശുപത്രികളിലേക്കാണ് ആളുകളെ മാറ്റിയതെന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ബംഗളൂരുവിൽ ഉണ്ടായിരിക്കുന്നത്. വൃന്ദ, ഈ വിജയാഘോഷം ഒരു ദുരന്തത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. അപ്പോൾ നേരത്തെ ഇത്തരത്തിൽ ഒരു വിജയാഘോഷം ഉണ്ടാകുന്നതിന്റെ ഭാഗമായി തന്നെ ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നില്ലേ? പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ എത്തിയതാണോ ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് നയിച്ചത്? ഒപ്പം തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് ഈ ഒരു തിക്കിലും തിരക്കിലും പെട്ടിരിക്കുന്നത് എന്നറിയുന്നു. ഈ പോലീസിന്റെ ഒരു ബലം പ്രയോഗിക്കൽ ഈ ഇടയായിട്ട് ഉണ്ടായിട്ടുണ്ടോ? അതായത് ഈ ആളുകളെ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു നിയന്ത്രിക്കലാണോ ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായിട്ടുള്ളത് എന്നതിൽ എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ?
വൃന്ദ, ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ വരേണ്ടതുണ്ട്. എന്തായാലും നിരവധി പേർക്ക് പരിക്കേറ്റു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്ന വിവരം. എന്തായാലും വിജയാഘോഷത്തിനിടെയാണ് ഈ ദാരുണമായൊരു സംഭവം ഉണ്ടാകുന്നത്. കൂടുതൽ ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് കാണാൻ കഴിഞ്ഞത്. 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരം എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗികമായുള്ള കണക്കെല്ലാം നേരത്തെ 25 എന്ന രീതിയിലാണ് പരിക്കേറ്റവരുടെ വിവരങ്ങൾ പുറത്തു വന്നത്. എന്തായാലും പ്രാദേശികമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറയാൻ കഴിയുക. എന്തായാലും ഒരു ദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് കാണാൻ കഴിയുന്ന കാര്യം. എന്തായാലും വലിയ ഒരു ആഘാതം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3 പേരുടെ നില ഗുരുതരമാണ് എന്നതാണ് കാണാൻ കഴിഞ്ഞത്. കൂടാതെ ഒരു വലിയൊരു സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായി എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കൂടുതൽ ആളുകൾ സംഘടിച്ചെത്തും എന്ന രീതിയിൽ അതിന് മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടിരുന്നില്ല എന്ന കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ തന്നെ ആളുകൾ അവിടത്തേക്ക് അല്ലെങ്കിൽ ഈ വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കാനായി അല്ലെങ്കിൽ അത് താരങ്ങളെ കാണാനായി എത്തി എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. ആ ഒരു തെക്കിലും തിരക്കിലുമാണ് ഈ രീതിയിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. തിക്കിലും തിരക്കിലും പെട്ടാണ് 7 പേർക്ക് ദാരുണാദ്യം സംഭവിച്ചിരിക്കുന്നത്. തീർത്തും ഒരു ദുരന്തമായി തന്നെ ആ വിജയാഘോഷം മാറുന്നു എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്ന കാര്യം. ദുരന്തമായി ആ ആഘോഷം മാറി എന്നതാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. ഒരു സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായി എന്നതാണ് പുറത്തു വരുന്ന വിവരം. പ്രാദേശികമായി ലഭിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും കൂടുതൽ ആളുകൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്തേക്ക്, വിധാൻ സൗധ മുതൽ ചിന്നസ്വാമി സ്റ്റേഡിയം വരെയാണ് ആ വിക്ടറി പരേഡ് നേരത്തെ ആലോചിച്ചിരുന്നത്. ആ താരങ്ങളെ കാണാനായി അല്ലെങ്കിൽ വിക്ടറി പരേഡ് കാണാനായി അല്ലെങ്കിൽ ഈ താരങ്ങൾ സ്വീകരിക്കാനായുള്ള ആ ചടങ്ങ് കാണാനായി എത്തിയ ആളുകളാണ് ഈ രീതിയിൽ അപകടത്തിൽപ്പെട്ടതെന്നാണ് കാണാൻ കഴിയുന്നത്. കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തി എന്നത് തന്നെയാണ് ഈ അപകടത്തിൻ്റെ ആഘാതം കൂട്ടുന്നത് എന്നതും പറയേണ്ടിയിരിക്കുന്നത്. നിരവധി പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. വലിയ ഒരു അപകടം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനി ആ വിക്ടറി പരേഡ് നടക്കുമോ എന്നത് തന്നെ സംശയമാണ്. കാരണം അത്രയും ഗുരുതരമായൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. എന്തായാലും വളരെ വലിയ ഒരു അപകടം ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 15 പേരുടെ നില ഗുരുതരമാണ്. 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. പ്രാദേശികമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. കൂടുതൽ സ്ഥിരീകരണങ്ങളെല്ലാം തന്നെ വരേണ്ടതുണ്ട്. വലിയൊരു അപകടം തന്നെ ഉണ്ടാകുന്നു. ഒരു വിജയാഹ്ലാദം അല്ലെങ്കിൽ വിജയാഘോഷം അത് ദുരന്തമായി മാറുന്നു എന്നത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ വിധാൻ സൗധ മുതൽ ചിന്നസ്വാമി സ്റ്റേഡിയം വരെ പ്ലാൻ ചെയ്തിരുന്ന ഒരു വിക്ടറി പരേഡ് പ്ലാൻ ചെയ്യുന്നു. കൂടുതൽ ആളുകൾ അവിടേക്കായി ആ വിക്ടറി പരേഡ് കാണാനായി എത്തുന്ന ഒരു സാഹചര്യം. എന്തായാലും അതിനെല്ലാം തന്നെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ അവിടെ ഒരുക്കിയെന്ന കാര്യങ്ങളടക്കം പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന രീതിയിലുള്ള വിവരങ്ങളെല്ലാം തന്നെ നിലവിൽ പുറത്തു വരുന്നു. 7 പേരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. വൃന്ദ. ശരി, KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്കാണ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഹാജിമാർ മിന താഴ്വരയിലെത്തുന്നു. നാളെയാണ് അറഫ സംഗമം. കനത്ത ചൂട് കണക്കിലെടുത്ത്